എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സൂം മീറ്റിംഗ് നമുക്ക് തുടങ്ങാം. ഇപ്പോഴും കുറച്ച് ആൾക്കാരെ കയറിയിട്ടുള്ളൂ. ഇന്ന് പെട്ടെന്നൊരു അർജന്റ് ആയിട്ടുള്ളൊരു സൂമായിരുന്നു. ഈവനിങ്ങിൽ വെക്കേണ്ടത് നമ്മൾ കാലത്ത് വെച്ചു എന്നുള്ളൂ. കുറച്ച് അപ്ഡേറ്റ്സ് ഇന്നലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ട്രേറ്റ് വേ ഞാൻ ഈ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ആദ്യം പറയാം, പിന്നെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഞാൻ സംസാരിക്കാം. ഓക്കെ, ടെതറോഷൻ ക്ലൗഡ് എന്നാണ് ഈ പറയുന്ന പ്രോജക്റ്റിന്റെ പേര്. ടെതറോഷൻ ക്ലൗഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇന്ന് 10ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 12-ാം തീയതി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തേക്ക് 10 ദിവസം തികയാണ്. വളരെ വളരെ ഹെവി ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഓൾ ഓവർ ഇന്ത്യ. പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള വിത്ഡ്രോവൽസും കാര്യങ്ങളും ഡെപ്പോസിറ്റും എല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്ഡേഷൻസ് ചെയ്തതോട് കൂടിയിട്ട് വളരെ വളരെ സ്ട്രോങ് ആയിട്ട്, കാരണം ഇന്നലെ രാത്രി അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ഇതുവരേക്കും 2300 മേലെ ട്രാൻസാക്ഷൻസ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്ലാൻ? ഈ പ്ലാൻ സിമ്പിൾ പ്ലാൻ ആണ്. ഇതൊരു ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റമാണ്, ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ്. ഇതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മിനിമം വേണ്ടത് $25 ആണ്. 25 മുതൽ $100 വരെയാണ് മാക്സിമം. ഒരു ഐഡിയയിൽ നമുക്ക് മാക്സിമം ചെയ്യാവുന്ന ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനോ ബൈന്നോ എന്ത് വേണമെങ്കിലും പറയാൻ. ഓക്കെ, അതിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 4% നമ്മുടെ ക്യാപിറ്റലും പ്ലസ് പ്രോഫിറ്റും കൂടി രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 4% നമുക്ക് കിട്ടുന്നത്. ഒരു ന്യൂ യൂസറിന്റെ കാര്യമാണ് ഇത് പറയുന്നത്. സാധാരണ എല്ലാവർക്കുമുള്ള ന്യൂ യൂസർ എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു ഡെപ്പോസിറ്റിന്റെ പുറത്ത് 30 സൈക്കിൾസ് ആണ് അയാൾക്ക് ഏൺ ചെയ്യാൻ പറ്റുക. 4% വെച്ച് 30 സൈക്കിൾസ് ആണ് ഏൺ ചെയ്യാൻ പറ്റുക. ടോട്ടൽ 120%. എന്ന് പറഞ്ഞാൽ $100 ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു $20 കൂടി എക്സ്ട്രാ. അപ്പോൾ $120, $4 വെച്ചിട്ട് 30 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 4 × 30 $120 തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. ആ വ്യക്തിക്ക് അവിടെ വെച്ചിട്ട് വീണ്ടും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വീണ്ടും മുന്നോട്ട് പോകാം, അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ എത്ര റൗണ്ട് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സിസ്റ്റം. അപ്പോൾ അത് വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് 120% ആണ് ടോട്ടൽ ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. ഇവിടെ ഡബിളോ ത്രിബിളോ അങ്ങനെയൊന്നുമില്ല. ഒരു ഇത്ര സൈക്കിൾസ് ആണ്. ആ സൈക്കിൾസിൽ നമുക്ക് കിട്ടുന്നു. ഓരോ സൈക്കിളും 5 മണിക്കൂറാണ് അതിന്റെ ടൈം വരുന്നത്. അതിന്റെ ഒരു വെയിറ്റിംഗ് പീരീഡ്. ഒരു വിഡ്രോവൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത വിഡ്രോവൽ വരുന്നത്. ഓക്കെ, ഇനി ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇത് നമ്മളെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെതറോഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിലേക്ക് നമ്മൾ നോർമലായിട്ട് പുതിയതായിട്ട് വരുന്ന മെമ്പറിനെക്കാട്ടും ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്, ഒരു സൈക്കിൾ എക്സ്ട്രാ നമ്മൾ ഇന്ന് തുടങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും കിട്ടും. ഇനി വരുന്ന എല്ലാ എക്സിസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെതറോഷൻ പ്രോജക്റ്റുകളിൽ യൂസ് ചെയ്തിട്ടുള്ള വാലറ്റ് ഉപയോഗിച്ചിട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. ബാക്കി എല്ലാവർക്കും 30 സൈക്കിളേ ഉള്ളൂ. ഇവിടെ 31 സൈക്കിൾ ഉണ്ട്. ദാറ്റ് ഇസ് 124% ആ വ്യക്തിക്ക് കിട്ടുന്നത്. മറ്റെല്ലാവർക്കും 120%. പുതിയ ആയിട്ടുള്ള വരുന്ന എല്ലാ മെമ്പേഴ്സിനും 120%. നേരത്തെ നമ്മുടെ ടെതറോഷൻ എക്കോസിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് 124% ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടുന്നു. ഒരു റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് 30 സൈക്കിളും പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് 31 സൈക്കിളും ഉണ്ട്. അപ്പോൾ അവർക്കൊരു 4% എക്സ്ട്രാ ഓരോ റൗണ്ടിലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു മാസത്തിലപ്പോൾ ഒരു എക്സ്ട്രാ ഒരു $24 കൂടി $100 $124 അവർക്ക് ഏൺ ചെയ്യാം. മറ്റുള്ളവർക്കെല്ലാം $100 $100 ആയിരിക്കും എക്സ്ട്രാ ഏൺ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് കൂട്ടാണെങ്കിൽ 100 + 100, ഇവിടെ 100 + 124. ഓക്കെ, അത് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് കിട്ടുന്ന ഒരു പ്രീമിയം ബെനിഫിറ്റ് ആണത്. അപ്പോൾ എല്ലാവർക്കും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു വെരി മച്ച്. നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെ താങ്ക് യു. ഈ സിസ്റ്റത്തിനെ വളരെയധികം ഏറ്റെടുത്തു കഴിഞ്ഞു. ഓൾറെഡി എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് നല്ല രീതിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു.
പുതിയ മെമ്പേഴ്സും ഇതിലേക്ക് വന്നു. വളരെയധികം മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 1500 അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ മെമ്പേഴ്സിന്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ 1500 മെമ്പേഴ്സിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വാലറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ 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 നല്ല ഒരു പ്രോഗ്രസ്സിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഒരു അപ്ഡേറ്റിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി എല്ലാവർക്കും 5 മണിക്കൂറിന്റെ ഒരു വിഡ്രോവൽ ടൈമാണ് നോർമലി എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, ഈ 5 മണിക്കൂറിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് 3 മണിക്കൂറിൽ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഈ അപ്ഗ്രേഡിൽ നമ്മൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും 4 മണിക്കൂറിലേക്കും പോകാൻ പറ്റും. അപ്പോൾ 3 മണിക്കൂറിലേക്ക് പോകണമെങ്കിൽ 4 മണിക്കൂറിൽ പോകണ ആ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. 4 മണിക്കൂറിലേക്ക് പോകാനായിട്ട് നമ്മൾ സെൽഫായിട്ടൊരു $100 10 ഡയറക്ട് റെഫറിലും $100 ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ 5 മണിക്കൂർ എന്നുള്ള ടൈം, വിഡ്രോവൽ ടൈം 4 മണിക്കൂറായിട്ട് കുറയും. ഓക്കെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഒരു 10 ഡയറക്ട് റെഫറിൽ നമ്മളൊന്ന് ആക്റ്റീവ് ആവണം, സിസ്റ്റത്തിൽ നമ്മളൊന്ന് ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ആവുന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിലേക്ക് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലേക്ക് ആക്റ്റീവ് ആവുമ്പോഴാണ് നമ്മുടെ ടൈം കുറഞ്ഞു കിട്ടുന്നത്. 3 മണിക്കൂറിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ടത് അഡീഷണൽ ഒരു 10 കൂടി. ഇപ്പൊ 4 മണിക്കൂറിന്റെ 10 ഡയറക്റ്റ് ഓൾറെഡി ചെയ്തു, അഡീഷണൽ ഒരു 10 കൂടി ചെയ്താൽ 20 ഡയറക്റ്റ് ആവും. 20 ഡയറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൈം എഗെയിൻ വിഡ്രോവൽ ടൈം ആ ഒരു പർട്ടിക്കുലർ ഐ ഡിയിൽ, ഇത്രയും റെഫറൽ ചെയ്തിട്ടുള്ള ആ ഒരു ഐ ഡിയിൽ മാത്രം 3 മണിക്കൂറിലേക്ക് ഇത് കുറയും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അതിലേക്ക് ഇത് ചെയ്യാം. കൂടുതൽ റെഫറൽ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വിഡ്രോവൽസും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ 31 റൗണ്ട് പോകാൻ പറ്റും. ന്യൂ മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് അത് അവരുടെ ഐ ഡിയിൽ തന്നെ കാണിക്കും, അത് ന്യൂ ആണോ ഓൾഡ് ആണോ എന്നൊക്കെ കാണിക്കുന്നുണ്ടാവും. അവർക്ക് 30 റൗണ്ട് ആണ് പോകാൻ പറ്റുന്നത്. ഇനി ഒരു അഡീഷണൽ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് ഒരിക്കലും അവരുടെ ഒരു റിമൈനിങ് ക്രെഡിറ്റ് റിമൈനിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിലുള്ള ബാലൻസ് തീർന്നു കഴിഞ്ഞാൽ ആ ഐ ഡി സ്റ്റോപ്പ് ആവുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആ ഐ ഡി സ്റ്റോപ്പ് ആവുമല്ല, അവിടെ നിന്ന് വീണ്ടും ഒരു പുതിയൊരു യൂസറായിട്ട് ന്യൂ യൂസറിലേക്ക് കൺവേർട്ട് ആവും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് ഈ ന്യൂ യൂസറിനുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഐ ഡി പോവാം. അതും അൺലിമിറ്റഡ് ആണ്. പുതിയ യൂസേഴ്സിന്റെയും അൺലിമിറ്റഡ് ആയിട്ട് ഇനി പോകാൻ പറ്റും. ഇത് ഇപ്പൊ മുതൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഏതൊരു ഇതിലും പറ്റും. ക്രെഡിറ്റ് റിമൈനിങ് ഉള്ള ആൾക്കാർക്ക് ക്രെഡിറ്റ് റിമൈനിങ് വരേക്കും അവർക്ക് 31 സൈക്കിൾസ് വെച്ച് കിട്ടും. അതിനുശേഷം പിന്നെ 30 സൈക്കിൾസ് ആവും. അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് 30 സൈക്കിൾസിൽ തന്നെയായിരിക്കും. പുതിയ യൂസേഴ്സിനൊക്കെ 30 സൈക്കിൾസിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ റെഫറൽ സിസ്റ്റം സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്നുകൂടി നേരത്തെ കുറച്ച് ക്രൈറ്റീരിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി ക്രൈറ്റീരിയ എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെൽഫായിട്ട് നമുക്കിതിൽ 5 ലെവലിന്റെ റെഫറൽ സിസ്റ്റം ഉണ്ട്. 5 ലെവലിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 5 ലെവലിൽ ഏൺ ചെയ്യുകയാണെങ്കിൽ ഓരോ ലെവലിലും നമുക്ക് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ പോസ്റ്റേഴ്സ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു, പല ഗ്രൂപ്പുകളിലേക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരു ലെവൽ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മളായിട്ട് ഡയറക്റ്റ് കൊണ്ടുവരുന്ന വ്യക്തികളെല്ലാം നമ്മുടെ ഫസ്റ്റ് ലെവലായിരിക്കും. ആ വ്യക്തികൾ കൊണ്ടുവരുന്ന വ്യക്തികളെല്ലാം നമ്മുടെ സെക്കൻഡ് ലെവലായിരിക്കും. അവർ കൊണ്ടുവരുന്നത് തേർഡ് ലെവലായിരിക്കും. തേർഡ് ലെവലിലുള്ള ആൾക്കാർ കൊണ്ടുവരുന്നത് ഫോർത്ത് ലെവലിലുള്ള ആൾക്കാർ കൊണ്ടുവരുന്നത് ഫിഫ്ത്ത് ലെവൽ. അപ്പൊ അങ്ങനെ 5 ലെവൽ ഏൺ ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. കമ്മീഷൻസ് നമുക്ക് 5 ലെവലിൽ നടക്കുന്ന ബൈയും വിഡ്രോവലിലും തമ്മിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടാനുള്ള ഇതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഒരാൾ വേണം. ഫസ്റ്റ് ലെവലിലുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് അവർ ബൈ ചെയ്യുമ്പോഴും അവർ റീഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അവർ വിഡ്രോവൽസ് ചെയ്യുമ്പോഴും ഓരോ തവണ ഈ 4% വെച്ച് അവർ വിഡ്രോവൽസ് ചെയ്യുമ്പോഴും അപ്ലയൻസിന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ആ പറയുന്ന റെഫറൽ ചെയ്തിട്ടുള്ള അപ്ലൈന് കമ്മീഷൻ കിട്ടും. 1 ലെവൽ കമ്മീഷനാണ് അവിടെ ഉള്ളത്. ഇനി ഞാൻ 2 ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേരും $100 ആയിരിക്കണം. ഞാൻ സെൽഫ് $100. എപ്പോഴും ഇത് ആക്റ്റീവ് ആയിരിക്കണം. എപ്പോഴും സിസ്റ്റം ചെക്ക് ചെയ്യുന്നത് ഒരു വ്യക്തി ഇപ്പൊ ഇത്ര സൈക്കിൾസ് കഴിഞ്ഞിട്ട് അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കും. അപ്പൊ എന്റെ ഡയറക്റ്റ്ലി ഞാനിപ്പോൾ 5 പേരെ കൊടുത്തിട്ട് ഈ 5 പേരും 5 ലെവൽ ഏൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ 5 പേരെയാണ് വേണ്ടത്. ഈ 5 പേരും എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. ഒരാൾ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് 4 ലെവലിലേ കിട്ടുള്ളൂ. 2 പേര് ആക്റ്റീവ് അല്ലെങ്കിൽ 3 ലെവലിലേക്ക് കുറയും. അപ്പൊ നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ വ്യക്തികളെ തന്നെ നമുക്ക് വീണ്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. എപ്പോഴും 5 ഡയറക്ട് റെഫറൽ ആക്റ്റീവ് ആണ്. സെൽഫും നമ്മളും $100 നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു ഡയറക്റ്റ് ചെയ്താൽ 1 ലെവല്, 2 ഡയറക്റ്റ് ചെയ്ത 2 ലെവല്, 3 ഡയറക്റ്റ് ചെയ്ത 3 ലെവൽ,
മറ്റേ 4 ഡയറക്റ്റ് ചെയ്താൽ 4 ലെവൽ, 5 ഡയറക്റ്റ് ചെയ്താൽ 5 ലെവൽ. ഇനി അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് ഓരോ ലെവലിലും നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ഈ സൈക്കിൾസ് 30 സൈക്കിൾ അല്ലെങ്കിൽ 31 സൈക്കിൾ കഴിഞ്ഞിട്ട് അവർ വീണ്ടും 31 സൈക്കിളിന്റെ വരില്ല, കാരണം എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് എല്ലാം സിസ്റ്റത്തിന്റെ ഡയറക്റ്റ് ആണ്. ന്യൂ മെമ്പേഴ്സിന്റെ കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവരെല്ലാവരും റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ റീഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 30 സൈക്കിൾ കഴിഞ്ഞിട്ടാണ് റീഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അതുപോലെ അതിന് നമുക്ക് കിട്ടുന്നത് 0.1% ഒരു ലെവലിൽ നിന്ന് കിട്ടും. ഓക്കെ, ആ ലെവലിൽ എത്ര റീഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടോ, ഡെപ്പോസിറ്റ് നടക്കുന്നുണ്ടോ, ഫ്രഷ് ആയിട്ടുള്ള ഡെപ്പോസിറ്റിനും റീഡെപ്പോസിറ്റിനും നമുക്ക് 0.1% വെച്ചിട്ടുണ്ട് ഒരു ലെവലിൽ നിന്ന്. അതുപോലെ ആ ഒരു വ്യക്തി 30 സൈക്കിൾ അല്ലെങ്കിൽ 30 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം, 30 സൈക്കിൾ ചെയ്യുന്നു. 30 സൈക്കിൾ ചെയ്യുന്ന സമയത്ത് അവിടെ 0.01% വെച്ചിട്ട് അപ്ലയൻസിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സൈക്കിളിലും ഓരോ തവണ വിഡ്രോ ചെയ്യുമ്പോഴും 4% വിഡ്രോ ചെയ്യുന്ന സമയത്ത് അപ്ലയൻസിലേക്ക് 0.01, 0.01 അങ്ങനെ 5 ലെവലിലേക്ക് അപ്ലയൻസിന്റെ കമ്മീഷൻ ഉണ്ട്. അത് ഓരോ സൈക്കിളിലും ഉണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ തന്നെ ഇപ്പോൾ 30 ആണെങ്കിൽ ഒരു 5 റൗണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 150 സൈക്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു $1.50 ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ആ രീതിയിൽ കിട്ടും. $1.50 വെച്ചിട്ട് ആ വ്യക്തിയുടെ റീഡെപ്പോസിറ്റിലും കിട്ടും. അപ്പൊ $2 ആണ് ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു 1000 പേരുടെ ടീം ഉണ്ടെങ്കിൽ നമുക്കൊരു $2000 ഉറപ്പിച്ചു എക്സ്ട്രാ നമുക്ക് ബെനിഫിറ്റ് ആയാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്, വളരെ വളരെ പൊട്ടൻഷ്യൽ ആണ്. അത്രയ്ക്കധികം സൈക്കിൾസ് ഒരു വ്യക്തി തന്നെ ഒരു മാസം 150 സൈക്കിളിന്റെ അടുത്ത് വരും. അപ്പൊ നമുക്ക് 1000 വ്യക്തികൾ ഉണ്ടെങ്കിൽ അത്രയ്ക്കധികം സൈക്കിൾസ് ആണ് നമുക്ക് വരുന്നത്. അത്രയും സൈക്കിൾസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വാലറ്റിലേക്ക് വരുന്നത്. നമുക്ക് വിഡ്രോ ചെയ്യേണ്ട ആവശ്യം വരില്ല, അതിന്റെ കണക്ക് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഈ ഇൻകം വന്നോളും. നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ അത് മിസ്സാക്കും. ഓക്കെ, അതുപോലെ നമ്മൾ ഡയറക്റ്റ് റെഫറൽ ചെയ്തിട്ടുള്ള മിനിമം 5 പേരെങ്കിലും എപ്പോഴും ആക്റ്റീവ് ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും $100 എപ്പോഴും അവർ ആക്റ്റീവ് ആയിരിക്കണം. ബാക്കിയുള്ളവർ നിർത്തി അല്ലെങ്കിൽ കുറയ്ക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമ്മൾ $25 സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ പിന്നെ അടുത്ത 30 സൈക്കിളും $25 തന്നെയായിരിക്കും. അതിനിടയ്ക്ക് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു സൈക്കിൾ 30 സൈക്കിൾ കഴിഞ്ഞു, അടുത്ത റൗണ്ടിൽ മാത്രം റീഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് കൂട്ടാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ പുതിയൊരു ഐഡിയ എടുത്തിട്ട് അതിൽ ചെയ്യേണ്ട വരും. റൈറ്റ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്നത്. എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് നമ്മൾ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ, നമ്മുടെ കൂടെ ഇത്രയും നാൾ ട്രാവൽ ചെയ്തിട്ടുള്ള ടെതറോഷൻ മെമ്പേഴ്സ് ഉണ്ട്, ടെതറോഷൻ ടോവ എക്സ് NFTOS, ആ മെമ്പേഴ്സിലേക്ക് കൂടിയിട്ട് അവർക്ക് എല്ലാവർക്കും നമുക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണ് നമുക്ക് ഒരു സൈക്കിൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളത്. ബാക്കി ഞാൻ അതിന്റെ സൈക്കിളും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്നലെ ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ആ അപ്ഡേറ്റ്സിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലാഗുകൾ, ഇടയ്ക്കിടയ്ക്ക് ടൈം ലാഗുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. എൻട്രി ഒക്കെ കയറുന്നുണ്ട്, പക്ഷെ ടൈം ലാഗ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. 5 മണിക്കൂറിൽ കൃത്യമായിട്ട് വിഡ്രോവൽസ് ആവുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ സമയം വരെ അതിലും കൂടുതൽ സമയം എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ പ്രോബ്ലം കറക്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മളത് ഒരു എൻട്രി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിസ്റ്റം ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ മെച്യൂർ ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് കാലത്ത് വിഡ്രോവൽ ചെയ്തു, 6:30 ആ സമയത്ത് ഞാൻ വിഡ്രോവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്തൊരു വിഡ്രോവൽ വന്നു. ഇപ്പൊ 100ൽ 100 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ശേഷം വീണ്ടും 100ൽ 100 ആയി കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ ലൈൻ വരും. എന്നിട്ട് പിന്നെ നമ്മൾ 5 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിൽ നമുക്ക് ടോക്കൺ പോക്കറ്റ്, സേഫ് പാൽ, ഇതൊക്കെ ആയിരിക്കും കുറെ കൂടി നല്ലത്. ട്രസ്റ്റ് വാലറ്റ് അത്ര പോരാ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സേഫ് പാലിലാണ്. ഓക്കെ,
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് റീസെറ്റായി എൻ്റെ അടുത്ത പർച്ചേസ് നടന്നു. ഇത് എൻ്റെ ഓൾഡ് ഐ ഡി ആണ്. ഓൾഡ് ഐ ഡിയിൽ ഞാൻ 23 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 31 റീബൈ എനിക്ക് ഉണ്ട്. ഞാനൊരു ഓൾഡ് മെമ്പർ ആയതുകൊണ്ട് എനിക്ക് 31 സൈക്കിൾസ് എനിക്കുണ്ട്. അടുത്ത എനിക്ക് 4 മണിക്കൂർ 59 മിനിറ്റിലാണ് എൻ്റെ ഇത് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എനിക്കിത് ഇവിടെ 100-ലെത്തുമ്പോൾ തന്നെ ഇപ്പോൾ 2 ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ മിനിറ്റിലല്ല, ഇപ്പൊ സെക്കൻഡ്സിൽ തന്നെ അതിന്റെ ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 6 എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റും. അത് 100 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഗ്രീൻ ലൈൻ വരും. അപ്പൊ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും ഇത് ആയില്ല, മെച്യൂർ ആയില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം, ആ പ്രോബ്ലം എന്നേക്കുമായി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കറക്റ്റ് ആയിട്ട് ആ 100 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ ലൈൻ വരും. പക്ഷെ നിങ്ങൾ 4 മണിക്കൂർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ആ ടൈമിൽ എടുക്കാൻ പറ്റും. കാരണം 100 എൻട്രി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നത് 15-20 മിനിറ്റ് ഒക്കെ ഉണ്ടാവാൻ വഴിയുള്ളൂ, ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ വഴിയുള്ളൂ. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊന്നും കൂടി നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ തന്നെ 11 ആയി കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞിട്ട് എനിക്ക് ശേഷം 11 റീബൈ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് നൽകുന്നത് ഇപ്പൊ 15 ആയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ വളരെ എക്സൈറ്റിംഗ് ആണ്. വളരെ ഫാസ്റ്റിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഇപ്പോൾ എനിക്ക് അവിടെ ഒരു ക്രെഡിറ്റ് റിമൈനിങ് ഉണ്ട്. $1,66,980 ഉണ്ട്. അത് കഴിഞ്ഞ ഒരു റൗണ്ടിൽ ഞാൻ $20 എടുത്തപ്പോൾ അവിടെ $20 അവിടെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 67,000 ആയിരുന്നു, 1,67,000 ആയിരുന്നു. അതിലൊരു $20 കൂടെ, അങ്ങനെ $20 വെച്ച് കുറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത തവണ തൊട്ട് $24 വെച്ച് എനിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീറോ ആവുമ്പോൾ ഞാൻ വീണ്ടും ഒരു ന്യൂ യൂസർ ആയിട്ട് മാറിക്കോളും. എനിക്ക് ഈ ഐ ഡി അൺലിമിറ്റഡ് ആയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാ നമുക്കിപ്പോൾ ഓൾറെഡി 20 ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞു. 21. ഇതിങ്ങനെ മിനിറ്റിനാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 23. ഇതെല്ലാവർക്കും ഓരോരോ ഐ ഡിയിൽ കാണാൻ പറ്റും. ഒരു തവണ വിഡ്രോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അടുത്തൊരു ഐ ഡിയിൽ ഞാൻ എല്ലാത്തിലും നമുക്ക് വിഡ്രോൾ ആയിട്ടുണ്ട്. അപ്പൊ അത് ഇതുപോലെ തന്നെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും റീസെറ്റ് ആവും. റീസെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 0 നിന്ന് വീണ്ടും തുടങ്ങും. ഓക്കെ, അപ്പൊ ആദ്യത്തില് 28 ഓക്കെ, ഇവിടെ നമുക്ക് ഞാൻ അതിന്റെ ട്രാൻസാക്ഷൻസ് കാണിച്ചു തരാം. ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് അതിന്റെ ട്രാൻസാക്ഷൻ നോക്കണം. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ ബാലൻസ് കാണിക്കുന്നുണ്ട്. 25,326 നമ്മുടെ ബാലൻസ് കാണിക്കുന്നുണ്ട്. ഇന്നലെ വെളുപ്പിന് ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 24,000 ആയിരുന്നു. ഇത്രയധികം ട്രാൻസാക്ഷൻ 2,477 ട്രാൻസാക്ഷൻസ് ഓൾറെഡി ആയി കഴിഞ്ഞു. ഇത്രയുമായിട്ടും നമുക്ക് ബാലൻസ് കുറയല്ല ചെയ്യുന്നത്, ബാലൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത. നമുക്ക് ഓരോ സെക്കൻഡിലും കണ്ടില്ലേ, 10 സെക്കൻഡ്, 17 സെക്കൻഡ്, 23 സെക്കൻഡ്, 29 സെക്കൻഡ്, റീബൈ. അതിന്റെ ഇടയ്ക്ക് ഒരു ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. റീബൈ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 25 ബൈ നടക്കുന്ന സമയം അല്ല റീബൈ നടക്കുന്ന സമയത്ത് മിനിമം ഒരു ഡെപ്പോസിറ്റ് പുതിയത് വരുന്നുണ്ട്. ഓക്കെ, സിസ്റ്റം വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2,481 ട്രാൻസാക്ഷൻ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇത്രയും സൂപ്പർ ഫാസ്റ്റ് ആണ് കാര്യങ്ങളെല്ലാം. ഡെപ്പോസിറ്റ്, ബൈ, രജിസ്റ്റർ, പുതിയ ആൾക്കാർ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രി നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട് റീസെറ്റ് ചെയ്തപ്പോൾ തുടങ്ങിയിട്ടുള്ള കണക്കാണ് ഇതിനകത്തുള്ളത്. 12 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നലെ രാത്രി ചെയ്തിട്ട് ഇതുവരേക്കും 12 മണിക്കൂർ ആയിട്ടുള്ളൂ. അതിവിടെ കാണിക്കുന്നുണ്ട്. ഈ സ്മാർട്ട് കോൺട്രാക്ട് പുതിയത് ഇന്നലെ രാത്രിത്തെ അപ്ഡേഷനിൽ, കാരണം നമ്മൾ ഓരോ അപ്ഡേഷൻ ചെയ്യുമ്പോഴും നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം സ്മാർട്ട് കോൺട്രാക്റ്റിൽ എല്ലാവർക്കും അറിയാം നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാനൊന്നും പോസിബിൾ അല്ല. കോൺട്രാക്ടിന്റെ കോഡിങ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. വാല്യൂസ് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.
കോഡിംഗ് ആണ് മാറ്റേണ്ടത്. ഇവിടെ 16 സെക്കൻഡിൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്, 1 മിനിറ്റിൽ ഒരു ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്, ഇങ്ങനെ 2 മിനിറ്റിൽ ഡെപ്പോസിറ്റ് വന്നു. അപ്പോൾ ദാറ്റ് ഇസ് ഓവറോൾ വളരെ വളരെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് 2483 അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ്ലി ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 42 ടോട്ടൽ 42 കഴിഞ്ഞു. അത് 100 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോലും ആവശ്യം വരില്ല. 15-20 മിനിറ്റ് കൊണ്ട് തന്നെ അത്രയും ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ ഒരു ടൈം വെയിറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. 4 മണിക്കൂർ 54 മിനിറ്റും കൂടി ഉണ്ട്. ഇത്ര വെയിറ്റിംഗിന്റെ ടൈം വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പഴയ പോലത്തെ ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇനി ഉണ്ടാവുന്നതല്ല. പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. ഓൺ ടൈം കൃത്യമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ചോദ്യം ഇതായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഈ ഒരു പ്രോജക്റ്റിലെ കാര്യങ്ങൾ മാത്രം ചോദിക്കുക. ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇത് ഇന്നിപ്പോ ഒരു ക്വിക്ക് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻഫോംഡ് ആയിരുന്നില്ല. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ചെയ്യാമായിരുന്നു. നമുക്ക് ഇത് രാത്രി എപ്പോഴാവുന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഓൺ ടൈം തന്നെയാണ്. 11 മണി പറഞ്ഞത് 11:30 ആയപ്പോഴേക്കും സ്മാർട്ട് കോൺട്രാക്ട് ഓൺ ആയിട്ടുണ്ടായിരുന്നു. ടെജിൻ ജോസഫ് അൺമ്യൂട്ട് ചോദിച്ചോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. സാറേ, 30 സൈക്കിൾ കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് ഇല്ലായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടോ? അതുണ്ട്. കാരണം നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. കാരണം ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അത് റീസെറ്റ് ആവണം. ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയും. ആ റീസെറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു ബ്രേക്കിന്റെ ടൈം നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണ് ഇതുവരേക്കുള്ള? നല്ല രീതിയിൽ പോകുന്നുണ്ട്, സ്പീഡിൽ പോകുന്നുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രോബ്ലംസ് സോൾവ് ആക്കി. ലാഗ് ആവുന്നതിന്റെ, ഡിലേ ആവുന്നതിന്റെ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ടൈം എല്ലാവർക്കും കൃത്യമായിട്ട് ഓൺ ടൈമിൽ വന്നോളും. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് മറ്റുള്ള മെമ്പേഴ്സിന്റെ അടുത്തും പറയുക, അവര് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടൊന്നും അല്ല വരുന്നത് എങ്കിലും അവരും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഈ കമ്മ്യൂണിറ്റി വളരെയധികം സ്ട്രോങ് ആകും. 1 മന്ത് ആണ് നമ്മൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന്റെ റിസ്ക് എന്ന് പറയുന്നത് 1 മന്ത് മാത്രമേ ഉള്ളൂ. അതിലും കൂടുതലൊന്നും നമുക്ക് വരുന്നില്ല. 1 മന്തിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലും പ്രോഫിറ്റും കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാറ്റിവെച്ച് അടുത്ത റൗണ്ടിൽ വീണ്ടും 6ാമത്തെ റൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് വെച്ചിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും മാത്രം കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അല്ലാതെ എനിക്ക് കിട്ടിയത് മുഴുവൻ കടമെടുത്തും പലിശയ്ക്ക് എടുത്തും ഒന്നും ചെയ്യാതിരിക്കുക. ഒരു അഡ്വൈസാണ്. ബാധ്യത വരുത്തി വെക്കരുത്. ചെറിയ എമൗണ്ടിൽ തുടങ്ങുക. ഒരു $100 തുടങ്ങിയാൽ പോലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 1 ഇയർ കൊണ്ട് നമുക്ക് $11,000 എത്തിക്കാൻ പറ്റും. അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ആ സ്ട്രാറ്റജി നമ്മൾ പഠിപ്പിച്ചു തരാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ നമുക്ക് ആ പറഞ്ഞ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ഒരു $11,000 വെറും $100 വെച്ച് നമുക്ക് ഒരു $11,000 നമുക്ക് എത്താൻ പറ്റും. വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രീതിയാണ്. വളരെ സേഫ് ആണ്. കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് ഇതിന്റെ ആ ഒരു ബെനിഫിറ്റുകൾ വളരെ 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 നല്ല രീതിയിൽ സിസ്റ്റം സ്ട്രോങ് ആയി കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയി വരും. എല്ലാവർക്കും നല്ല രീതിയിൽ ലോങ് ടേമിലേക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ടെജിൻ. ജേസൺ സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. സാറേ ഗുഡ് മോർണിംഗ്. നമസ്കാരമുണ്ട് സാറേ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി. എനിക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ 20 ഡയറക്റ്റ് റഫറലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാക്കേജുകളും എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം 3 മണിക്കൂറിലും ബാക്കി കിട്ടി. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. ഇതിലാകെ 58 പേരാണ് കയറിയിട്ടുള്ളൂ. സാറ് മുൻകാലങ്ങളിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 11,000 ഐഡിയോടത്തോളം നമ്മുടെ ഈ വാലറ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടെതർ ഓഷനിൽ.
ആരും അതിൽ അതെ. സജീവമായിട്ട് വരുന്നില്ല. ഇതിന്റെ സാധ്യതകള് ലീഡേഴ്സ് അവര് അറിഞ്ഞു വരട്ടെ താഴ്ത്തട്ട് എനിക്ക് അറിഞ്ഞു പറഞ്ഞ് വരട്ടെ. മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല. ഓക്കെ പതുക്കെ സാറേ, പതുക്കെ ഇപ്പൊ ഡെയിലി വരുന്നുണ്ട്. മനസ്സിലായവരും പക്ഷേ ഈ 58 പേരും അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വേണ്ടപ്പെട്ടവരോടും പറയുക, ഇതിനെ പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരും സാമ്പത്തിക ഭദ്രത നേടുക. ഇത് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അപ്ഡേഷൻ പറഞ്ഞ സമയത്തിന് കംപ്ലീറ്റ് ചെയ്ത ഇതിന്റെ ക്രിയേറ്റർക്കും ശിവദാസ് സാറിനും ഒരു നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമ്മളിത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഇതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കുകയുള്ളൂ. എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മളിപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 10ാം ദിവസമാണ് ഇന്ന്. ഈ 10ാം ദിവസം കൊണ്ട് തന്നെ നമ്മൾ 1300 വാലറ്റിന്റെ മേലിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ചെറിയ നമ്പറല്ല അത്. 1300 നമ്പർ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. വെറും 10 ദിവസമായിട്ടുള്ളൂ. ഈ 10 ദിവസത്തിൽ ഒരാൾക്ക് പോലും പേ ഔട്ട് കിട്ടാത്തതുമില്ല. കൃത്യമായിട്ട് എല്ലാവരും പേ ഔട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ പ്രോമിസിങ് ആണ്. പല കൺട്രീസിലേക്ക് നമ്മുടെ ബിസിനസ് കയറി തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ വളരെ സൂപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്, വളരെ ഹെവി ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഒന്നും അല്ലാത്ത രീതിയിലേക്കാവും. ഇന്ത്യൻ ബിസിനസിനെക്കാട്ടും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ട് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഫാർ ഈസ്റ്റ് കൺട്രീസിലേക്കും ഒക്കെ മലേഷ്യ, ആ പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ, തായ്ലൻഡും വിയറ്റ്നാം, അവിടെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ പല ഇന്തോനേഷ്യയിലേക്കൊക്കെ പോകാനുള്ള പ്ലാനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ മിഡിൽ ഈസ്റ്റിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതല്ലാതെ വേറെ കുറച്ച് രാജ്യങ്ങളിലേക്കും കൂടി, വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ഇതിലുള്ള എന്താ പറയാ മലയാളി കമ്മ്യൂണിറ്റി പോയിട്ടുണ്ട്. അതല്ലാണ്ടുള്ള മെമ്പേഴ്സും ഉണ്ട് കേട്ടോ. ഈവൻ പാകിസ്ഥാൻ വരെ ഉണ്ട്. പാകിസ്ഥാനിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയും ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളായിട്ട് ഡയറക്റ്റ് കൊടുക്കുന്നതല്ല, നമ്മുടെ ടീമിലുണ്ടെന്ന് അറിഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നുണ്ട്, നേപ്പാളിൽ നിന്നുണ്ട്, ഇവിടുന്നൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ വളരെ അക്സെപ്റ്റൻസ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ പ്ലാൻ കാര്യങ്ങളും. അപ്പോ താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് ഇന്റർനെറ്റോ എവിടെയുണ്ടോ അവിടെ നിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഈ പറയുന്ന ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, സേഫ് പാൽ, ഈ പറയുന്ന വാലറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ USDT എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ ഇത് ബ്ലോക്ക് ചെയിനിൽ കൂടെ ആയതുകൊണ്ട് നമ്മൾ USDT BEP20 USDT ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് എവിടെ വേണമെങ്കിലും, ലോകത്ത് എവിടെ വേണമെങ്കിലും 195 രാജ്യത്തും കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ നമുക്ക് ഒരു കറൻസിയുടെ ഒരു വിഷയങ്ങൾ വരുന്നില്ല. അതാത് രാജ്യങ്ങളിൽ നിന്ന് USDT വാങ്ങിച്ച് അവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ്, എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റീനെ നിലനിർത്തുന്നത്. എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെ ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് 10,000 വാലറ്റ്സ് ഉണ്ട്. ഈ 10,000 വാലറ്റ് ടെതറോഷ്യൻ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. അപ്പൊ അതിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു 500-ന് താഴേക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരാനുണ്ട്, ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇതിലേക്ക് വരാനുണ്ട്, അറിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ മൾട്ടി ലാംഗ്വേജിലേക്ക് നമ്മൾ സൂം മീറ്റിംഗ്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. അവിടുത്തെ കമ്മ്യൂണിറ്റി വലുതാവുന്ന അനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള ലാംഗ്വേജിൽ, ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആയിട്ട് നമ്മൾ റെഗുലർ ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അപ്ഡേറ്റ്സും ഈ ഇതും ഞാൻ നിർത്തുകയാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.